എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വെള്ളം ചേർക്കാതെ ചോറ് മാത്രം ഇട്ട് അടിച്ച് തലേന്നത്തെ ചോറ് കാണുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ. അപ്പം അത് നമുക്ക് എളുപ്പത്തിന് ഒത്തിരി ഇടല്ലേ, ചോറ് കുറേശ്ശെ ഇടാവും, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. കുറേശ്ശെ ഇട്ട് അടിച്ച് എടുക്കണം. നല്ലതാണ്, നല്ല സോഫ്റ്റ് പുട്ട. ഞാനിപ്പോൾ രാവിലെ എനിക്ക് തിരക്കാണ്, ഇപ്പോൾ ഒരിടത്ത് വരെ പോകണം. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പഴമുണ്ട്, പഴക്കല കണ്ട, പഴക്കല കെട്ടി തൂക്കിട്ടേക്കതാണ്. അപ്പോൾ പഴവും ഉണ്ട്. ഇരിക്കട്ടെ. കുറേശ്ശെ ഇടാവും, കുറേശ്ശെ ചോറ് ഇടാവും, ഇല്ലെങ്കിൽ അത് ഇതായിപ്പോവും, കുഴഞ്ഞു പോവും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ വല്ല ചപ്പാത്തി ഉണ്ടാക്കാനേ കൊള്ളാം. അപ്പം നല്ല ഫൈൻ പൊടിയായിട്ടെടുത്ത് കണ്ട ചോറിട്ടടിച്ച വെള്ളം, ഒരു തുള്ളി വെള്ളം ചേർത്തല്ല, ശകല ഉപ്പും ഇച്ചിരി ചോറും കൂട്ടടിച്ച് ഒരു തുള്ളി. ഇവിടെ ഇട്ടിട്ട് നമുക്ക് പുട്ട് ഒഴുകാം. കുക്കർ വെച്ചു, കുക്കറിൻ്റെ മേളത്തെ ഇത് നമുക്ക് മാറ്റണം. അടച്ചു വെച്ചു, ഇവിടെ ഇരിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇതിനകത്തിൽ ആദ്യം ഒരു അടിയിൽ തേങ്ങ ഇടുക, അതിൻ്റെ മുകളിൽ ഇത് പുട്ടുപൊടി ഇടുക, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും തേങ്ങ ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ അരി വെച്ച് ഏറ്റവും മുകളിൽ ഇടുക. അപ്പോൾ ഞാനിത് പുഴുങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ഒത്തിരി ഉണ്ടാക്കുന്നില്ല, എനിക്കും വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ, എനിക്ക് സമയമില്ല, വഴി വരെ പോകണം. ഇത് പുട്ടെടുത്തു, അടിപൊളി നല്ല പുട്ട്.